ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണേ. അത് വഴിയെ കാണാം. പിന്നെ ഇത് നമ്മളെ വില്ലയുടെ എൻട്രൻസ് ആട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പ്രേമിൻ്റെ ബ്രാഞ്ചും വരുന്നത്. ഞാനിതുവരെ വഴി കാണിച്ചില്ലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഈ വീഡിയോയിൽ അങ്ങ് കാണിക്കാൻ നേരത്തെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഡെയിലി ഫുഡ് കഴിക്കാൻ നടന്നിട്ടൊക്കെ വരാം. ഈ ബിൽഡിംഗ് കണ്ടോ, ഇവിടെ തന്നെയാണ് പ്രേമം വർക്ക് ചെയ്യുന്നത്. ഈ ബ്രാഞ്ചിലാട്ടോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എവിടെയാ പോകുന്നത്? ചിരിച്ചോണ്ട് പറ. എന്തിനാ പോകുന്നത്? കളിക്കാനും ബാഗ് മേടിക്കാനും അല്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെ എവിടെയും ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പം ആദ്യമായിട്ട് ഇന്നാണ് നമ്മൾ ലുലു മാളിൽ പോയത്. എന്നാലും നമ്മള് ഇന്നാണ് ഇല്ല കേട്ടോ, നമ്മൾ പോയിട്ടില്ല. നമ്മൾ എറണാകുളത്താണ് പോയത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ലുലു മാളിൽ നമ്മൾ ആദ്യമായിട്ട് പോവാണ്. അല്ല, ഏകദേശം ഒരുപോലെ തന്നെ കണക്ക് തന്നെ. എനിക്ക് കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് മടുക്കും. പിന്നെ എനിക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കും. എനിക്ക് അങ്ങനെ എല്ലാം കാണണമെന്നോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും ഇന്ന് ഇവർക്ക് ബാഗും ഇതൊക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവർക്ക് പിന്നെ മെയിനായിട്ട് നമ്മൾ ആദ്യം സൂല് പോവാന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അത് ക്യാൻസലാക്കി. ഇന്ന് പോയിട്ടെല്ലാം പർച്ചേസ് ചെയ്യാന്നുള്ള ഇതിൽ ലുലു മാളാക്കി. അപ്പോൾ നേരെ എവിടേക്ക് വിടുവാണ്. ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ ഗൗരവം പിടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ ചിരിച്ചത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയോ സംഭവങ്ങളോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ ഒരു റോഡും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം കുറേ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നാലും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. നല്ല തിരക്ക് പിടിച്ച റോഡ് തന്നെയാണ്. ഇപ്പം ഇങ്ങനെ നോക്കുമ്പം വലിയ വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല പിന്നെ സിറ്റി ആണല്ലോ. അപ്പോൾ നല്ല തിരക്കുണ്ടാവുമല്ലോ. നമ്മളെ കൊല്ലത്തെ ആ റോഡിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി നല്ല തിരക്ക് പിടിച്ച ഏരിയ ആണ്. എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം. എനിക്കെന്തോ അവിടുത്തെ ആ റബ്ബർ തോട്ടവും കാടും ഒക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓരോ റോഡും സൈഡോട്ടേക്ക് തിരിയുമ്പോൾ അവിടെ കാടായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഏരിയയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതെനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പം. ഫൈനലി നമ്മൾ ലുലു മാളിലെത്തി. ഇനി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഒരാശ്വാസമായി. വലിയ ദൂരമൊന്നും ഇല്ല നമ്മളടുത്തുനിന്ന്. എന്നാലും ഈ ബ്ലോക്ക് കിടന്നിട്ട് ഭയങ്കര ദൂരം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാട്ടോ ഇവിടെ വരാത്തത്. അല്ലു ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ LKG പഠിക്കുമ്പോൾ ഇവിടെയായിരുന്നു അവള് വന്നത്. അല്ലു ഇവിടെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളാണ് വരാത്തത്. അപ്പൊ അല്ലു നമുക്കെല്ലാം പറഞ്ഞു തരൂലേ അല്ലേ, എവിടെയാ എങ്ങനെയാ എന്താന്നൊക്കെ. എൻജോയ് ചെയ്ത് വന്നത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറകോട്ട് നോക്കിയപ്പോഴേക്കും നല്ല സീനറി, നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കടലല്ലേ അങ്ങോട്ട്, അപ്പോൾ പിന്നെ എന്തായാലും കാറ്റുണ്ടാവുമല്ലോ അല്ലേ. പക്ഷേങ്കിൽ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ തന്നെ നിന്നിട്ട് കുറച്ച് സമയം ഇതും നോക്കി നിന്നിട്ട് പോയാലോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പാർക്ക് ചെയ്ത് എടുക്കാൻ തന്നെ കുറേ സമയം എടുത്തിനായിരുന്നു. ആ ബ്ലോക്കും കടന്ന് പിന്നെ ആ പാർക്കിങ്ങിന് കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള എൻട്രൻസ് നേരെ ഗെയിമിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ. അല്ലുവിന് പിന്നെ എന്താ വേണ്ടേ, പക്ഷെ അവൾ പറഞ്ഞ ഒരു സംഭവം നമുക്ക് അത് പറ്റിയില്ല. കാരണം വേറെ കുട്ടികളൊന്നും കണ്ടില്ല. പിന്നെ അവളെ വാശിക്ക് നമ്മൾ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ചും കൂടി വലിയ കുട്ടിയൊക്കെ പറ്റിയതാണെന്ന് പറഞ്ഞു. അതിനിതാ മുഖവും വീർപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ അല്ലു. നല്ല ദേഷ്യത്തിലാണ് ആൾ. പിന്നെ അവൾ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്ന് പറഞ്ഞു. അവൾ ടൂറിന് പോയ സമയത്ത് ചെയ്തൊരു ഇതുണ്ടായിരുന്നു, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്കാക്കി കേട്ടോ. അപ്പോൾ പിന്നെ ആൾ ഹാപ്പിയായി.
ഇതിലാണ് അവൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ റീചാർജ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് എടുത്തു. ഇത് 1 മണിക്കൂറായി പോയി കൊടുത്തത്. അതൊരു തെറ്റ് പറ്റി. അരമണിക്കൂർ എടുത്താൽ മതിയായിരുന്നു. 1 മണിക്കൂർ നമ്മളിപ്പോൾ പോസ്റ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അവളാണെങ്കിൽ ഒരേ തുള്ളൽ തന്നെ. ഇതിലിങ്ങനെ കിടന്ന് തുള്ളിയിട്ട് എന്ത് കിട്ടാനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ചെറിയ കുട്ടികൾ മാത്രമല്ല കേട്ടോ, കുറച്ച് വലിയ ആൾക്കാരെയും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അവളെ 1 മണിക്കൂർ എടുക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ കുറേ ഗെയിമിങ് സെഷനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഇതിലൊന്നും ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ നടന്ന് സമയം പോക്കുവാണ്. അല്ല് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടേ. എനിക്കാണെങ്കിൽ നിൽക്കാനും വയ്യ, എന്താ പറയുക, നടക്കാനും വയ്യ, ഒരുമാതിരി വയ്യാണ്ടായി. എനിക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും മടുക്കും. എനിക്കിങ്ങനെ റിലാക്സ് ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന കേട്ടോ. ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഇതൊക്കെ കുഞ്ഞു കുട്ടികളതാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇതിലെ കൂടി എല്ലാം നടന്ന് സമയം പോക്കാൻ മാത്രം ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അല്ലു ഇതാ ഒരേ തുള്ളൽ തന്നെ കണ്ടോ. ഇതിലെന്ത് രസം അവൾക്ക് കിട്ടുന്നുണ്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ആൾ ക്ഷീണിച്ച് എന്താ പറയുക, ഒരുമാതിരിയാവും. വെള്ളം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ആളെത്തിയപ്പോഴേക്കും പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചിട്ടായിരുന്നു ഉണ്ടായത്. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരെ ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ തന്നെ പറയും കേട്ടോ, ഇത് ആഡ് ചെയ്യണം. അങ്ങനെ ഓർഡറും എടുക്കുകയാണ് അവൾ. അങ്ങനെ അവൾ പറഞ്ഞ പോലെ കിട്ടി. എന്നോടും പ്രേമ വേണോ ചോദിച്ചതായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു. ഞാനൊരു ചായ പ്രാന്തിയാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ ചായ മതി എന്ന് പറഞ്ഞു. പക്ഷേ ചായയോ കിട്ടിയില്ല. ഇത് മേടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് ഇതിനോട് എനിക്ക് ചില സമയത്ത് തോന്നും കഴിക്കാൻ. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ചായ കഴിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ഇത് വേണ്ട, എനിക്ക് ചായ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ, അപ്പോൾ ഞാനത് മിസ്സാക്കി. വെറുതെ ചായ ആണെങ്കിൽ ചായയും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല എന്നുള്ള അവസ്ഥയായിപ്പോയി. അങ്ങനെ ഇതും കൊണ്ട് അല്ലോ പോവാട്ടോ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതല്ല, നമ്മൾ ഫുഡ് കോർട്ടിൽ അവിടെ ഇരുന്നിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്രേമ പറഞ്ഞു നിൻ്റെ ചായയും കൂടി ഞാൻ നോക്കട്ടെ എന്ന്. അതാണെങ്കിൽ ചായ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയാണെങ്കിൽ നല്ല ക്യൂ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഷവർമ്മക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അതിലിടക്ക് അല്ലുവിൻ്റെ ഇടക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇച്ചിരി തരും എനിക്ക്. പിന്നെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞും പോയല്ലോ. പിന്നെ ചായ കിട്ടാത്തത് കൊണ്ട് പ്രേമ ഒരു ക്യാപ്പിച്ചിനോ കൊണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, എനിക്കാണെങ്കിൽ ഇതെനിക്ക് ഇഷ്ടേയല്ല, ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വലിയ പൈസയും കൊടുത്ത് മേടിച്ചതല്ലേ, എങ്ങനെ മിസ്സല്ല എങ്ങനെ കളയും. അതുകൊണ്ട് പിന്നെ ഞാൻ കുടിച്ചു, എങ്ങനെയല്ലോ കുടിച്ചു. ബാക്കി പകുതി പ്രേമനും കൊടുത്തു കേട്ടോ. എനിക്ക് ഈ സംഭവം ഇഷ്ടമല്ല. എന്തോ ആൾക്കാർ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത് മേടിക്കുന്നത്. എന്നെപ്പോലെ ചായ കിട്ടാത്ത അവസ്ഥയിൽ ഇത് മേടിച്ച് കഴിക്കുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിനും ഉണ്ടാവുമല്ലോ ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അല്ലേ. എനിക്കെന്തോ അതിഷ്ടമല്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ സമയത്തിന് ശേഷം നമ്മളെ ഷവർമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലു ആദ്യം വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചത്. പിന്നെ കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും അവൾക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തപ്പോഴേക്കും അല്ലുവിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവളും നല്ലോണം കഴിച്ചു കേട്ടോ. നമ്മളെ 2 ആളെയും കൂടിയിട്ട് അവൾക്ക് കൊടുത്തു. അങ്ങനെ അവളും കഴിച്ചു. ഞാൻ അതിലിടക്കും ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ബിരിയാണിയും വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് പോകുന്നതിലിടക്ക് ബിരിയാണിയും വേണം. ഷവർമ്മ തിന്നു കഴിഞ്ഞാൽ ബിരിയാണി തിന്നാൻ പറ്റൂല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമല്ല, നമ്മൾ 5 മണിക്കൂറോളം ഏകദേശം ഇവിടെ ഉണ്ടായിരുന്നു, മോളിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ വന്ന് ഗെയിം കഴിഞ്ഞ പാട് നമ്മളിത് കഴിച്ചു. പിന്നെ നമ്മൾ ബാക്കിയുള്ള പർച്ചേസിങ്ങും എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫുഡ് മേടിച്ച് കഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ
ഇങ്ങനെ ഓരോന്ന് കാണാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നടക്കാൻ തുടങ്ങി. കാണലും മാത്രമല്ല, അല്ലുവിൻ്റെ മെയിനായിട്ട് ഇനി ഇപ്പം പെട്ടെന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ബാഗും സംഭവങ്ങളൊക്കെ എടുക്കണ്ടേ, സ്കൂളും തുറക്കാനായല്ലോ. അപ്പോൾ അതിനാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ലുലു മാൾ തന്നെ സെലക്ട് ചെയ്തോന്നേ ഉള്ളൂ. മോളും ഒന്ന് കാണാം, കൂട്ടത്തിൽ ആ പർച്ചേസും അങ്ങ് നടക്കുമല്ലോ എന്ന് കരുതി. എനിക്കാണെങ്കിൽ എസ്കലേറ്ററിൽ അല്ലു ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര പേടിയാട്ടോ. അവൾ ഒറ്റക്ക് ഇറങ്ങി നിൽക്കുമ്പോഴൊക്കെ. അപ്പോൾ പ്രേമം എടുത്തിട്ടാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാനിങ്ങനെ പോകുമ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കും. അവളെങ്ങനെ കാല് വെക്കുന്നത് കറക്റ്റാണോ എന്നുള്ളത് കണ്ടു. അവൾ അതിലിടയ്ക്ക് തന്നെ കാല് വെക്കും. ഞാനിങ്ങനെ പറയുന്നുണ്ടല്ലോ അത് അവിടെ എത്തട്ടെ എന്ന്. എനിക്കെന്തോ ടെൻഷനാണ്. അങ്ങനെ നമ്മളിതാ, ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എടുക്കാമല്ലോ ഇതിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നേ. അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡ്. ഞാനല്ലാതെ വിളിക്കോ കണ്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയായിരുന്നു, ഒന്ന് വന്ന് നിൽക്കടേ, ഒരു ഫോട്ടോ, ഒരു നാക്ക് എന്നൊക്കെ പറയായിരുന്നു, യോ ആക്ക് എന്നൊക്കെ പറയായിരുന്നു. എവിടെ അവൾക്ക് എല്ലാം ഇങ്ങനെ ഓടി നടന്ന് കാണണം, അങ്ങനെയുള്ള തിരക്കിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബാഗിൻ്റെ അവിടെ എത്തി കേട്ടോ. അതിൻ്റെ മുന്നിൽ തന്നെ ഒരു സ്റ്റാൾ പോലെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഇതാ, എനിക്ക് എന്തോ കണ്ടപാടെ ഈ ബാഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെന്തോ അത് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പറഞ്ഞു അല്ലു അത് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. ശരി എന്നാൽ ഇതെടുത്തോ. എന്തോ എല്ലാ ബാഗും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഞാൻ ആദ്യം നോക്കിയ ബാഗ് എനിക്കെന്തോ വേറെ തന്നെ ഒന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് തന്നു. ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. പിന്നെ അവൾക്കത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാമെന്നുള്ള ഇതിൽ നിൽക്കുവാണേ. പിന്നെ അവൾ ഓരോ ബാഗായിട്ട് ഓടി നടന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങത്തോളം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുതൊന്നും എടുക്കണ്ട, അവൾക്ക് അതിൻ്റെ അപ്പുറത്തുള്ള ബാഗ് ഇഷ്ടമായിരുന്നു. അവൾ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അല്ലാത്ത അങ്ങനെയൊക്കെ കളർഫുള്ളായിട്ടുള്ളത് തന്നെയാണല്ലോ ഇഷ്ടപ്പെടുക. പക്ഷേങ്കിൽ തീരെ ചെറുതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ കാര്യം, പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് വലിയ ബാഗിനെ എടുത്താൽ മതിയെന്ന്. അവൾക്കിത് വേണം തന്നെ. ഇതിൻ്റെ ബോക്സ് ആണെങ്കിൽ അത്ര നന്നല്ല. ഞാൻ പറഞ്ഞു ഈ ബോക്സ് എടുത്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ അവൾക്കത് വേണ്ട, ഈ ഒരു സെറ്റ് ഇത് വലുതായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് അവൾക്കത് വേണം തന്നെയാണ് അവൾ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ അകത്ത് ബോക്സ് കൊള്ളില്ല, തീരെ ചെറുതായിരുന്നു. പിന്നെ പെൻസിലും കാര്യങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ട്, ആ യൂണിക്കോണിൻ്റെയോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടാണ് അവൾ അതിലേക്ക് ഇങ്ങനെ നിന്നത്. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാവുന്നില്ല. അതും കെട്ടിപ്പിടിച്ച് നിൽക്കുവാണിപ്പോൾ. ഞാൻ പറഞ്ഞു വേണ്ട, അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും ബോക്സ് സെപ്പറേറ്റ് വേറെയും എടുക്കണം. അതിന് നല്ലത് നമുക്ക് നല്ലൊരു ബോക്സ് എടുത്തിട്ട് പിന്നെ പെൻസിലും ഇതൊക്കെ സെപ്പറേറ്റ് മേടിക്കാം, പിന്നെ ഒരു ഇതായിട്ട് മേടിക്കാം എന്ന് പറഞ്ഞു. അവൾ മനസ്സോടെ ഓക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങനെ വിടാൻ നിൽക്കത്തില്ല കേട്ടോ. ഇത് തന്നെയാണ് എടുത്തത്. എനിക്കറിയാലോ, കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ആ ബോക്സിൽ ഒന്നും കൊള്ളില്ല. ഒരു 2 പെൻസിൽ വെക്കുമ്പോഴത്തേക്ക് തന്നെ അതിൽ സ്ഥലം ഫില്ലാവും. അതുകൊണ്ട് പിന്നെ ഞാൻ അതെടുക്കാൻ വിടാഞ്ഞത്. പിന്നെ ഇറേസർ ഇതിനും എല്ലാം വേറെ തന്നെ ഇത് പൗച്ചോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. ബാഗൊക്കെ ഒത്തിരി നല്ല തന്നെയാണ് കേട്ടോ. എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ളതും നല്ല ഡിസൈനിലുള്ളതും എല്ലാം തന്നെയാണ്. നല്ല ക്വാളിറ്റിയും ഉണ്ട്. അങ്ങനെ അവൾക്ക് ഇതിൽ നിന്ന് ഒരു ബാഗ് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവൾ നോക്കി എനിക്ക് പിന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പിന്നെയും ഇങ്ങനെ കാണുമ്പോൾ അയ്യോ അതെടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് ചില ബാഗ് കാണുമ്പോൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടുന്ന് അങ്ങനെ തന്നെയായിരുന്നു. പ്രേമം പറയും 2 കണക്കാണെന്ന്. മനസ്സ് പെട്ടെന്ന് മാറും. അപ്പോൾ അതുകൊണ്ട് അല്ലു ഈ ബാഗാണ് സെലക്ട് ചെയ്തത്. അല്ലുവിന് ഇതിഷ്ടമായി. അങ്ങനെ അല്ലു ഈ ബാഗ് സെലക്ട് ചെയ്ത് അവളെ ഇഷ്ടത്തിന് നമ്മൾ ഇതെടുത്തു. ഇനി ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം കണ്ട ബാഗ് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ളത് ഇതാന്ന് പറഞ്ഞിട്ട് അതെടുത്തു. ഓക്കെ പറഞ്ഞു, നമ്മൾ ഓക്കെ പറഞ്ഞു, അതെടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റുള്ള ഐറ്റംസ്, ലഞ്ച് ബോക്സ് സംഭവങ്ങൾ എല്ലാം എടുക്കാൻ നിൽക്കുന്നതാണേ. അപ്പോൾ ഇതും അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അവൾ പ്ലാസ്റ്റിക് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് എടുക്കുക. അപ്പോൾ ഉള്ളിൽ സ്റ്റീലിൻ്റെത് നോക്കിയിട്ടൊക്കെ എടുക്കേണ്ടത് അല്ലേ. ലഞ്ച് ബോക്സൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാവരും എടുക്കുക.
ഇതാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റ്. അവൾ ബാഗും എടുത്തിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഈ ബാഗ് കണ്ടപ്പോൾ എന്നോട് ചോദിക്കുക, അമ്മക്ക് ഈ ബാഗായിരുന്നില്ലേ കൂടുതൽ ഇഷ്ടമായത്, ഇപ്പം എനിക്കും ഇതാ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ആ ബാഗ് അവിടെ തിരിച്ച് വെച്ച് പിന്നെ ഈ ബാഗ് തന്നെ എടുത്തു. ഞാൻ ഹാപ്പിയാണ്, എനിക്ക് തന്നെയാണ് കൂടുതൽ ഇഷ്ടമായത്. എന്തോ ആ ഒരു കളറും എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പക്ഷെ മറ്റേ അവളെടുത്ത ബാഗും നല്ല തന്നെയായിരുന്നു കേട്ടോ. അതൊരു കുറച്ച് കുട്ടിക്ക് നല്ല ഇതായിട്ടുള്ളൊരു ബാഗ് തന്നെയായിരുന്നു, നല്ല കളർഫുള്ളായിട്ടുള്ള. എങ്കിലും ലാസ്റ്റ് ഇതന്നെ എടുത്തു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി നമുക്ക് കുറച്ച് എല്ലായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട്, വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പോകുന്ന വഴി ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് എന്തോരം ക്യാരക്ടേഴ്സ് അല്ലേ, അതും നോക്കി ഇങ്ങനെ നിന്നതായിട്ടോ കുറച്ച് സമയം. പിന്നെ ഇതാ അല്ലുവിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലായാലും എവിടെയായാലും ഇത് തള്ളിക്കൊണ്ട് പോകുന്നത് അല്ലുവിൻ്റെ ഡ്യൂട്ടിയാണ്. അല്ലുവിനത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മീനും കാര്യങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ നോക്കിയതാണ്. പിന്നെ നമ്മൾ ഇവിടെ ഉള്ള സമയത്ത്, അതായത് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ പോയ സമയത്ത് നമുക്കത് വന്നിനില്ലായിരുന്നു, ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും വന്നിനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല, ഫ്രിഡ്ജില്ലാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും മേടിച്ചില്ല, ചുമ്മാ വെറുതെ ഇങ്ങനെ നടന്നു. അല്ലുവിനാണ് കേട്ടോ മീനിൻ്റെ ആൾ, അല്ലുവാണ് മീനിൻ്റെ ആൾ. അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് മീൻ. പക്ഷെ ഞണ്ട് കാര്യങ്ങളൊന്നും അവൾ കഴിക്കത്തില്ല, ചെമ്മീനും അത്ര വലിയ ഇഷ്ടമല്ല. ഞണ്ടും ചെമ്മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ക്ലീനാക്കാൻ എനിക്ക് മടിയാണ്. ക്ലീനാക്കി തന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഞണ്ട് ക്ലീനാക്കിയാലും എനിക്ക് അങ്ങനെ വെക്കാൻ അറിയത്തില്ല കേട്ടോ, ഞാനിതുവരെ വെച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. പിന്നെ നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് വെച്ചു, പാഴ്സൽ വാങ്ങിക്കാമെന്ന് വെച്ചു. നമ്മൾ ആദ്യം ഫുഡ് കോർട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാഴ്സൽ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇപ്പം തന്നെ ലേറ്റായിരുന്നു, നല്ല ടൈമായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെയും കഴിച്ച് പിന്നെയും പാത്രങ്ങളൊക്കെ കഴുകി കിടക്കണം. അതിനേക്കാളും നല്ലത് ഇവിടുന്ന് പാഴ്സൽ മേടിച്ച് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അതാവുമ്പോൾ വലിയ പണിയില്ലല്ലോ. അങ്ങനെ നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ, എല്ലാണ്ടുള്ള. അപ്പോൾ പ്രേമോറിന് വന്ന് പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുക്കണം, പിന്നെ ഒരു മിനറൽ വാട്ടറും എടുത്തിട്ട് അപ്പോഴത്തേക്ക് അല്ലുവിന് ജ്യൂസിൻ്റെ ആവശ്യവും വന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മേലെ വന്നു, അവിടുത്തെ ഫുഡ് കോർട്ടിലിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഭക്ഷണം. ഇതാവുമ്പോൾ എളുപ്പമാണ്, ഇവിടുന്ന് കഴിച്ച് നമുക്ക് എന്താ പറയുക, എല്ലാ പെണ്ണുങ്ങൾക്കും അറിയായിരിക്കും, വീട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞാലും പാത്രം കഴുകണം, അത് കഴുകണം, ഇത് കഴുകണം. ഇതാവുമ്പോൾ അതൊന്നും ഇല്ലല്ലോ. ബൈ ബൈ.